ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കൈൻഡ്നെസ് അല്ലെങ്കിൽ റഹ്മത്ത് അല്ലെങ്കിൽ കരുണ നമുക്കെല്ലാം മനുഷ്യർക്കെല്ലാം വേണ്ട ഒരു അത്യാവശ്യമായ ഒരുപാട് വലിയ ഉന്നതമായൊരു മൂല്യമുള്ള ഒരു ഗുണമാണ് കരുണ. കരുണ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളോടും അല്ലെങ്കിൽ പ്രകൃതിയോടടക്കം നമുക്ക് മനുഷ്യർക്ക് കരുണ ചെയ്യുക എന്നൊരു ബാധ്യതയുണ്ട്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ താങ്കളെ ലോകങ്ങൾക്ക് കരുണയായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ നബി തന്നെ സ്വയം മനുഷ്യർക്ക് ഒരു കരുണയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഒരു കരുണയായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഒരുപാട് മനുഷ്യരോട് ആ ഒരു കരുണ ചെയ്തിട്ടുള്ള, വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള മനോഭാവങ്ങൾ, ചരിത്രങ്ങൾ ഒരുപാട് നമുക്കറിയാം. ആ രീതിയിൽ മനുഷ്യരായ നമ്മളെ സ്വയം നമുക്ക് കരുണ ചെയ്യുമ്പോൾ നമ്മളോട് അവർക്ക് മാത്രമല്ല ഗുണം കിട്ടുന്നത്, നമ്മൾക്കും കൂടെ അതിൻ്റേതായ പ്രതിഫലം കിട്ടുന്നുണ്ട്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷം, ആ ഒരു സമാധാനം, നമുക്കൊരു എന്തോ ഇവിടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നമ്മുടെ മനസ്സിന് കിട്ടുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടുന്നുണ്ട്. നന്മ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശരിക്കും സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്, അല്ലാത്ത നമ്മളിതൊന്നും നഷ്ടപ്പെടുന്നില്ല. ശരിക്കും എല്ലാവരോടും ചെയ്യണം, എല്ലാ ജീവജാലങ്ങളോടും ചെയ്യണം, എല്ലാ മനുഷ്യരോടും ചെയ്യണം, എല്ലാ കുഞ്ഞു മക്കളോട് അല്ലെങ്കിൽ വൃദ്ധരോട്, മാതാപിതാക്കളോട്, എല്ലാവരോടും ചുറ്റുമുള്ള എന്തിനോടും നമ്മൾ കരുണ ചെയ്യണം. അതേ കൂട്ടത്തിൽ നമുക്ക് സ്വയം നമ്മളോടുണ്ട് കരുണ ചെയ്യുക എന്നൊരു ബാധ്യത. സെൽഫ് കമ്പാഷൻ എന്ന് പറയും. ശരിക്ക് അതിൽ നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നമ്മളോട് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, ഇതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏതായാലും ഇങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള നമ്മൾ സ്വയം ഒരു സമാധാനത്തോടെ നമ്മളെ മനസ്സിനെ തന്നെ ബോധിപ്പിക്കുക. അത് വെച്ചിട്ട് നീ തളരാനുള്ളതല്ല. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിനെ അങ്ങ് സ്വയം പറഞ്ഞ് ബോധിപ്പിക്കുക. അതും നമ്മളോട് കാണിക്കുന്ന സ്വന്തത്തോട് കാണിക്കുന്ന ഒരു ഗുണമാണത്, അല്ലെങ്കിൽ ഒരു കരുണയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വയം തകർന്നു പോകും, സ്വയം അങ്ങ് ആ ഒരു പ്രശ്നത്തിൽ നമ്മളങ്ങ് വല്ലാണ്ട് പ്രയാസപ്പെട്ടു പോകും, നമ്മൾ തന്നെ ഇല്ലാതാവും. ഏതായാലും കരുണ ചെയ്യുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു വലിയൊരു ഒരു മഹത്തായ മൂല്യമാണ്. അതിനെ നമ്മൾ ഒന്നുകൂടെ ഓരോ കാര്യങ്ങളെയൊക്കെ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക, സ്വയം ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു കരുണയെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.